ഹലോ. ലേസ് മുട്ടയും വെച്ചിട്ടുള്ള ഒരു ഐറ്റം കഴിച്ചാലോ? എൻ്റെ അമ്മേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു പാക്കറ്റ് ലേസും ഒരു മുട്ടയും വെച്ചിട്ടുള്ളൊരു സൂപ്പർ ഐറ്റമാണ് കേട്ടോ. എന്തായാലും നമ്മൾ ലേസൊക്കെ ഇടയ്ക്കെങ്കിലും കഴിക്കാതിരിക്കില്ലല്ലോ അല്ലേ? അത്ര ഹെൽത്തി ഒന്നും അല്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ ലേസൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വാങ്ങുന്ന ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രീം ഒനിയൻ്റെ അത് തന്നെ വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഗുണമില്ല. സാധാരണ നമ്മുടെ ടൊമാറ്റോ ലേസ് വാങ്ങിയാൽ അതിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആ പച്ച ലേസ് ഉണ്ടല്ലോ ക്രീം ഒനിയൻ്റെ, അത് തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒരുപാടങ്ങ് പൊടിഞ്ഞു കൊണ്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ബൗളിലോട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തീരെ പൊടിയാതെ ഒരു പരുവത്തിന് നമുക്ക് കഴിക്കുന്ന രീതിയിൽ ഒന്ന് എടുക്കുക. എന്നിട്ടൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച ലേസ് ഉണ്ടല്ലോ, ലേസ് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ലേസ് എല്ലാം ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് ടൊമാറ്റോ സോസ് ഒഴിക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചേറെ ഒഴിക്കാം കേട്ടോ. എനിക്ക് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം നമ്മുടെ പിസയിലൊക്കെ ആഡ് ചെയ്യുന്ന ഒറിഗാനോ ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് എരിവിന് കുറച്ച് പച്ചമുളകൊക്കെ ഇങ്ങനെ ചെറുതായിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു സവോളയും കൂടെ, കുറച്ച് ചെറിയ സവോള അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളീനെയും എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. വലിയ കഷ്ണം ഇടാതെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തക്കാളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലും വെജീസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കേട്ടോ. ക്യാരറ്റ് ആഡ് ചെയ്യാം, ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ ക്യാബേജ്. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്യാബേജാണ് കേട്ടോ. അതൊക്കെ ചെറുതായിട്ട് ആഡ് ചെയ്യാം. ഇത് കുട്ടികൾ കഴിക്കാത്ത വെജീസൊക്കെ ഉണ്ട്, എല്ലാം ഇതിനകത്ത് പെറുക്കി കേട്ടോ. അപ്പോൾ ലേസിൻ്റെ കൂടെ ആകുമ്പോൾ അങ്ങനെയെങ്കിലും കുറച്ച് വെജിറ്റബിൾ ചെല്ലുന്നെങ്കിൽ അത്രയായല്ലോ അല്ലേ. അപ്പം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ട്രൈ ചെയ്യണ്ട കേട്ടോ. ലേസൊക്കെ വാങ്ങുന്ന ടൈമിൽ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചീസ് സ്ലൈസസ് ഇങ്ങനെ ചെറുതായിട്ട് സ്ക്വയർ പോലെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഈ ഒരു ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ടയും ഒരു പാക്കറ്റ് ലേസും വെച്ചുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എന്നാൽ നമുക്ക് ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒന്ന് ചൂടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഒന്ന് മെൽറ്റായി കിട്ടുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടോ. ഇതിങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് ആ ചീസെല്ലാം കൂടെ കുഴച്ച് കഴിക്കാം. ഇല്ലെങ്കിൽ ഓരോ മുട്ടയും ചീസുമായിട്ട് മാറ്റി സെപ്പറേറ്റ് വെച്ച് അങ്ങനെയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. കഴിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കാം. ഞാൻ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ ഗ്യാരണ്ടിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നല്ല കിട്ടു ടേസ്റ്റിലൊരു അടിപൊളി സ്നാക്ക്. ലേസും മുട്ടയും വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ലേസ് വാങ്ങുന്ന ടൈമിലൊക്കെ നിങ്ങളത് എന്തായാലും ഉണ്ടാക്കി നോക്കും, ഉറപ്പാണ്. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം ഈ ലേസിൻ്റെ കാര്യം പറഞ്ഞത് ടൊമാറ്റോ ലേസ് മാത്രം വാങ്ങല്, ഈ ക്രീം ഒനിയൻ്റെ ലേസ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം ഇതിനാണ് കൂടുതൽ ടേസ്റ്റ്. ടൊമാറ്റോയുടെ ഉണ്ടാക്കി നോക്കി അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങാൻ പറഞ്ഞത്. അപ്പം എൻ്റെ ഈ ലേസിൻ്റെ മുട്ടയുടെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി മുട്ടയുടെ റെസിപ്പീസാണ് എൻ്റെ വീഡിയോയിൽ. പിന്നെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.